ഹലോ ഗൈസ്, എൻ്റെ വക ഇരിക്കട്ടെ. ഇത് പറഞ്ഞാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, ഇന്നും അന്നും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസിലേക്കാണ് കേട്ടോ. അത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെയാണ്. നിങ്ങൾ എത്ര പേര് ഇത് കാണുമെന്നോ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്നോ ഒന്നും എനിക്കറിയില്ല. എങ്കിലും ഈ ഒരു സ്ഥലം നിങ്ങളിലേക്ക് കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പ്ലേസിലേക്കാണ് പോകുന്നത്, എൻ്റെ അമ്മ വീട്ടിലേക്ക്. വൈക്കത്ത് നിന്ന് ബോട്ട് കയറി പിന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ പോയത്. അവിടെ നമ്മൾ വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. നാട്ടിൻപുറം എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് എൻ്റെ അമ്മ വീട്. നമ്മൾ ആദ്യം പോയത് നമ്മുടെ മൂത്ത മാമൻ്റെ വീട്ടിലേക്കായിരുന്നു. അമ്മ തലേ ദിവസം തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അമ്മയും മൂത്ത മാമൻ്റെ മോളും കൂടി വന്ന് പാപ്പുവിനെ എടുത്തു. കാര്യം അമ്മക്ക് ഒരു ദിവസം പോലും അവളെ മിസ് ചെയ്തിരിക്കാൻ പറ്റില്ല. ഇത് എൻ്റെ അമ്മയുടെ അമ്മയാണ്. അമ്മൂമ്മനെ കണ്ടിട്ട് ഇപ്പോൾ ഒരു മാസത്തിൻ്റെ അടുത്തായി. ഞങ്ങൾ ഒരു മാസത്തിൽ ഒരു 1-2 പ്രാവശ്യമൊക്കെ അമ്മൂമ്മനെ കാണാൻ വരാറുണ്ട്. ഇപ്പോൾ കോളും വീഡിയോ കോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ പാപ്പുവിനെ കാണാതെ അമ്മൂമ്മക്കും അങ്ങനെ കുറേ ദിവസമൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും വിളിച്ചിട്ട് ഇങ്ങനെ വന്ന കാര്യമൊക്കെ പറയും. അപ്പോൾ നമുക്കിന്ന് വരാനാണ് സമയം കിട്ടിയത്. അപ്പോൾ നമ്മൾ അതിനുശേഷം പിന്നെ പോയത് കുഴിമന്തി വാങ്ങിക്കാനായിരുന്നു. അങ്ങനെ നമ്മൾ 2 കുഴിമന്തി, ഫുൾ കുഴിമന്തി വാങ്ങിച്ചു കേട്ടോ. എങ്കിലും നമുക്ക് ഒരെണ്ണമേ കഴിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുഴിമന്തിയൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ കുറച്ച് റെസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും പാപ്പുനെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ഇവൾ എപ്പോഴും പാപ്പുനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവൾ ഇങ്ങനെ ഞെക്കി പൊട്ടിക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരു വൈകുന്നേരം ഒരു 4:30 ആയപ്പോഴത്തേക്കും മാമൻ പോയിട്ട് ചായക്കടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പാപ്പു അതൊക്കെ വാങ്ങിച്ചിട്ട് ടാറ്റയൊക്കെ പറഞ്ഞ് വരുവാണ് കേട്ടോ. ഇങ്ങനെ ഇവിടെ വരുമ്പോഴത്തേക്ക് കിട്ടുന്ന ഈ ഒരു വൈബ് ഉണ്ടല്ലോ, അതെനിക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല. ഇതാണ് എൻ്റെ അമ്മ ജനിച്ചു വളർന്ന തറവാട്. ഈ തുളസിത്തറയും അതുപോലെ തന്നെ ഈ കിണറും ഇവിടുത്തെ കുളവും ഒക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഇവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ മോക്ക് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോയൊരു പ്രതീതിയാണ്. ഇവിടുത്തെ മണ്ണൊക്കെ ഇങ്ങനെ വാരി കളിക്കാനും ആ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു വീടിൻ്റെ ആ ഒരു വിഷ്വൽ ഇനി ഇപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ പൊളിച്ച് കഴിയും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ, എന്തെങ്കിലുമൊക്കെ എടുത്ത് നമുക്ക് ഇതുപോലെ കാണാമല്ലോ. പിന്നെ അവിടെ കുറച്ച് നാൾ കാന്താരിയൊക്കെ ഇങ്ങനെ വളർത്തുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ പൊട്ടിച്ചു കേട്ടോ. ഇത് നമുക്ക് വിനാഗിരിയിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെയൊക്കെ ഇങ്ങനെ നിന്നു. നല്ല രസമായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.